പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരുപാട് ഏകദേശം ഒരു 6-7-8 വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് 125 cc ഹോണ്ട CB ഷൈനാണ്. എന്നുവെച്ചാൽ മറ്റു വണ്ടികൾ ഓടിച്ചിട്ടില്ല എന്നല്ല, ഓടിച്ചിട്ടുണ്ട്, ഒരുപാട് വണ്ടികൾ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ലോങ് ഡിസ്റ്റൻസായിട്ട് നമ്മൾ ഓടിക്കുന്നത് ഈ ഒരു ഡോമിനാർ 400 ആണ്. അതും എൻ്റെ സ്വന്തം വണ്ടി. പിന്നെ ഇത്രയും പവർഫുള്ളായിട്ടുള്ള വണ്ടികൾ ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്നത്. 250 cc വരെയുള്ള വണ്ടികളെ ഞാൻ ഇതിന് മുന്നേ ഓടിച്ചിട്ടുള്ളൂ. പക്ഷേ അതും ലോങ് ഡിസ്റ്റൻസ് ഇല്ല, ഷോർട്ടായിട്ട് 2-3 കിലോമീറ്റർ ആ ഒരു ഇതിനകത്ത് അത്യാവശ്യം അങ്ങോട്ടെങ്കിലും ഫ്രണ്ട്സിൻ്റെയോ കസിൻസിൻ്റെയോ ആരുടെയെങ്കിലുമൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അല്ലാതെ നമുക്ക് ടൂറിങ്ങിനായിട്ടൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെയുള്ള എന്നെ സംബന്ധിച്ച് വണ്ടി പക്കാണ്, ഒരു രക്ഷയില്ല, പൊളിയാണ്, വേറെ ലെവലാണ്. എന്നെ സംബന്ധിച്ച് ഭയങ്കര മാരക പവറുണ്ട്. നിങ്ങൾക്കറിയാം, ഈ വണ്ടിക്ക് എനിക്ക് തോന്നുന്നു 35 bhp പവറേ ഉള്ളൂ. ഇപ്പോൾ ഉള്ള ഡോമിനാറിന് 40 bhp ഉണ്ട്. ഇതിന് 35 bhp ഉള്ളൂ. മറ്റേ ഇപ്പോൾ ഉള്ള ഡോമിനാറിനേക്കാളും പവർ കുറവാണ്. എന്നിരുന്നാൽ പോലും ഇതിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ അത് മാരകമാണ്, ഒരു മാരകം. കൈയൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ചാടി 100-80-100 എൻ്റെ അമ്മീ, ഓ വരവ് വണ്ടിയാണത്, പേടിച്ച് 80-100 പുഷ്പം പോലെ കയറുന്നത്. അപ്പോൾ ഓവർടേക്ക് ചെയ്യാനൊക്കെ എന്ന് വെച്ചാൽ മാരക ലുക്കല്ല, മാരക പെർഫോമൻസ്. ഒരു ബസ്സിനെയൊക്കെ ഓവർടേക്ക്, ഒരു 7 വണ്ടികൾ, കണ്ടെയ്നർ ലോറിയൊക്കെ 7 എണ്ണം ഇങ്ങനെ റോഡിൽ കൂടെ പോകാമെന്ന് വെച്ചോ. ഓപ്പോസിറ്റ് സൈഡ് ഇച്ചിരി വണ്ടി ഒരു കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, നമുക്ക് കയറി പോകാനൊരു ഗ്യാപ്പ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞുണ്ടല്ലോ, ഒന്ന് കയറി പോകണം. എൻ്റെ മോനെ, ആ ഒരു സൗണ്ടും ആ കയറി പോകുന്നൊരു ഫീലും അത് മാരകമാണ്, അത് മാരകം, ഒരു രക്ഷയില്ല. അതേപോലെ തന്നെ പോസിറ്റീവ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് വണ്ടിയുടെ. എന്നെ സംബന്ധിച്ച് എനിക്ക് സ്വർഗത്തിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഈ വണ്ടി. പിന്നെ ഞാൻ പറയാൻ വന്ന മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, എന്നെ സംബന്ധിച്ച് ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള റിസ്കി ഫാക്ടേഴ്സ് ഒരുപാടുണ്ട്. അതായത് എൻ്റെ വണ്ടി, ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടി, അതായത് ഒരു 0 to 60 ഒക്കെ എത്താൻ ഒരുപാട് സമയം എടുക്കും, ലാഗെത്തും. അത് 100 വരെ കയറുമെങ്കിൽ പോലും ആ 100 വരെ എത്തുന്നതിന് ഏകദേശം 1 മിനിറ്റിന് മേലെയൊക്കെ ഒരു പക്ഷേ എടുക്കുന്നുണ്ടായിരിക്കാം, എനിക്കറിയത്തില്ല അതിൻ്റെ ഒരു ടൈം. പക്ഷെ നല്ല ലാഗുണ്ട്, നല്ല സമയം എടുക്കുന്നുണ്ട്. ഇതിനെ അപേക്ഷിച്ച് ഭയങ്കര ലാഗാണ്. ഇതെന്ന് വെച്ചാൽ കൈ കൊടുത്ത് നമുക്ക് 80, മിനിമം 80, ഒന്നുകൂടെ കൈ കൊടുത്താൽ 100. അതാണ് ഇതിൻ്റെ ലെവൽ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്നും കുറേ ദൂരം വളരെ മൈന്യൂട്ടായിട്ടുള്ള സമയത്തിനുള്ളിൽ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ലോങ് ഡിസ്റ്റൻസ് അല്ല, ഷോർട്ട് ഡിസ്റ്റൻസ്. ഇവിടുന്ന് ഇപ്പോൾ താണ്ട കുറച്ച് അപ്പുറത്തോട്ട് മാറി നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കൈ തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി അങ്ങ് അവിടെ എത്തും. പക്ഷേ മറ്റേ വണ്ടിയെന്ന് വെച്ചാൽ പയ്യെ കയറി വരുത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത എനിക്കിപ്പോൾ 2-3 എനിക്ക് വണ്ടി എടുത്ത സമയം തൊട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു വട്ടം ചാടാവുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടല്ലോ ആരെങ്കിലുമൊക്കെ, അതുകൊണ്ട്. മറ്റേ വണ്ടി ഇങ്ങനെ പയ്യെ കയറി വരുമ്പോഴും ആൾക്കാരിങ്ങനെ വട്ടം ചാടുന്നത് നമുക്കിങ്ങനെ അറിയാൻ പറ്റും. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, സ്ലോ ചെയ്യുക. പക്ഷേ ഇത് നിപ്പി ചാടി കുറേ ദൂരം അങ്ങ് പിന്നിടുന്നുണ്ട്. ആൾക്കാർ വട്ടം ചാടുക, വണ്ടി എടുത്തുകൊണ്ട് വരിക, റോഡ് ക്രോസ് ചെയ്യുക, അത് നമുക്ക് പെട്ടെന്ന് എൻ്റെ കണ്ണിൽ പെടുന്നില്ല. അത് മറ്റൊന്നുമല്ല, മറ്റേ വണ്ടി ഞാൻ ഓടിച്ച് ശീലിച്ചത് കൊണ്ട് ആ ഒരു മെത്തേഡിലാണ് ഞാൻ ഈ വണ്ടിയും ഓടിക്കുന്നത്. മെത്തേഡെന്ന് വെച്ചാൽ എൻ്റെ മൈൻഡ് ആ രീതിയിലാണ്. മറ്റേ വണ്ടി ഇങ്ങനെ കൈ കൊടുത്ത് ഇങ്ങനെ കയറുമ്പം ഇത്ര ദൂരം ഇങ്ങനെ അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരാളുടെ മൈൻഡിൽ ഫിക്സ് ആയിട്ടിരിക്കുന്ന കാര്യമാണ്. ഇത് മാറും. ഈ വണ്ടി കുറേ ദൂരം അല്ലെങ്കിൽ കുറേ ദിവസമൊക്കെ ഓടിച്ച് കഴിയുമ്പോൾ ആ ഒരു തോട്ട് മാറും. പക്ഷെ ആ ഒരു തോട്ട് മാറുന്നത് വരെ ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള റിസ്ക്കുകൾ കൂടുതലുണ്ട്. കാരണം എനിക്കിപ്പോൾ ഒരു 3-4 എണ്ണം കുറയ്ക്കുന്നില്ല, 3-4 എണ്ണം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം വണ്ടി നമുക്ക് ഇടിക്കത്തൊന്നുമില്ല, തൊട്ടടുത്ത് പാനിക്കാവാൻ ഇടിക്കാറില്ല. പക്ഷേ ആ ഒരു തട്ടും തട്ടിയില്ല എന്നുള്ളൊരു രീതിയിൽ വണ്ടി എടുത്തുകൊണ്ട് പോകേണ്ട സിറ്റുവേഷൻസൊക്കെ വന്നിട്ടുണ്ട്. മറ്റേ വണ്ടിയാണെങ്കിൽ പയ്യെ കയറി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് സമയമുണ്ട് ആളെ കണ്ട് ബ്രേക്ക് ചെയ്ത്, മനസ്സിലായില്ലേ? ഇത് എനിക്ക് പെട്ടെന്ന് ചാടി ദൂരം കവർ ചെയ്യുന്നുണ്ട്. എനിക്ക് ചില സമയങ്ങളിൽ ചില ആൾക്കാർ റോഡ് വട്ടം ചാടുന്ന സമയത്തോ ഒക്കെ കുറച്ച് റിസ്ക് കൂടുതലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. തോന്നലല്ല, ഉള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ പറഞ്ഞതിപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്നെപ്പോലെ തന്നെ ഇപ്പോൾ ഒരുപാട് വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് 125 cc അല്ലെങ്കിൽ 150 cc ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഒരാൾക്ക് ഡോമിനാർ എടുക്കാൻ പാടായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും.
പവർ ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല. പവറൊക്കെ ഭയങ്കര ഇതായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്കയാണ്. വെയിറ്റിൻ്റെ ഒരു ഇഷ്യൂ എനിക്ക് തുടക്കത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ അത് വലിയ പ്രശ്നമില്ല. എനിക്ക് അത്യാവശ്യം നമുക്ക് വളച്ചൊടിച്ചെടുക്കാനൊക്കെ നമുക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒടിവും എൻ്റെ ഹൈറ്റും ഇതിൻ്റെ വെയിറ്റും കൂടെ ആകുമ്പോൾ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ചെറിയൊരു ഇത് വരുമല്ലോ, അതേ ഉള്ളൂ. അതും കൂടെ ഓക്കെ ആവും. കുറേ 3-4 ദിവസമല്ലേ ആയുള്ളൂ, 1-2 ആഴ്ചയല്ലേ ആയുള്ളൂ. അപ്പോൾ നിലവിൽ ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ 125 cc അല്ലെങ്കിൽ 100 cc ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഒരാൾക്ക് ഡോമിനാർ 400 എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% എടുക്കാം. ഇനിയിപ്പോൾ ഫസ്റ്റ് ടൈം വണ്ടി പഠിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് വലിയ ഹൈറ്റും വെയിറ്റും ഒന്നും ഇല്ല എങ്കിൽ ഡോമിനാർ പഠിക്കാൻ പറ്റത്തില്ല. പഠിക്കാൻ പറ്റും, വേണമെന്ന് വെച്ചാൽ പറ്റാത്ത കാര്യമൊന്നുമില്ല, പക്ഷേ അതേപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇപ്പോൾ വണ്ടി ഓടിക്കാൻ, ഗിയറുള്ള വണ്ടി ഓടിച്ചിട്ടുണ്ട്, ഓടിക്കാൻ അറിയാമെങ്കിൽ നമുക്ക് ഡോമിനാർ സുഖമായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര മാരകമായിട്ടൊരു വണ്ടിയാണ്. ഇപ്പം വേറെ കാര്യം, ആദ്യമേ ഇത് വണ്ടി ഓടിച്ച സമയത്ത് എനിക്ക് കൈക്ക് വേദന, ഈ കൈയുടെ ഈ ഭാഗത്തൊക്കെ വേദന, തോളത്ത് വേദന, നടുവിനൊരു വേദന, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് ഒരു ഇതുമില്ല, ഭയങ്കര സുഖം. എന്ത് സുഖമായിട്ടാണ് പോകുന്നതെന്നറിയാം വണ്ടി ഇങ്ങനെ കൈ കൊടുത്തത്. നല്ല എന്നാ പവറാണെന്നറിയാം, പറന്ന് കയറിയ വണ്ടി. പിന്നെ പുറകിൽ ഇരിക്കുന്ന ആൾക്ക് ബാക്ക് റെസ്റ്റ് നിർബന്ധമാണ്. കാരണം ഇതിൻ്റെ ഒരു ഇനിഷ്യൽ ത്രോട്ടിൽ ചില സമയങ്ങളിൽ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ, ലീനിയറായിട്ടുള്ള പവർ ഡെലിവറി ചെയ്യുന്നുള്ളൂ. പക്ഷേ ചില സമയങ്ങൾ അതിന് ആക്സിലേറ്റർ കൊടുക്കുന്നതിൻ്റെ കുഴപ്പമായിരിക്കാം. ഓരോരുത്തരുടെ ഒരു രീതി ഉണ്ടല്ലോ. അപ്പോൾ ആക്സിലേറ്റർ കൊടുക്കുന്നതിൻ്റെ ഒരു രീതി, ചിലപ്പോൾ ഗിയർ ഒന്നുണ്ടാവും ചെയ്ത് ചിലപ്പോൾ വലിച്ചെടുക്കുന്ന ചില സാഹചര്യങ്ങളിലൊക്കെ പിന്നിൽ ആളുണ്ടെങ്കിൽ അവർ മലന്ന് പോകും. അപ്പോൾ ഒരു ബാക്ക് റെസ്റ്റ് മസ്റ്റായിട്ട് ഈ വണ്ടിക്ക് വേണം. അപ്പോൾ എൻ്റെ വണ്ടിക്കില്ല 2022 മോഡലിൻ്റെ ഒരു ബാക്ക് റെസ്റ്റ് ഉണ്ട്. അത് ഹൈറ്റ് കുറവായതുകൊണ്ട് പക്കയാണ്. പർപ്പസ് ഉണ്ട്, ഒരു 70% പർപ്പസ് ഉണ്ട്, പക്ഷേ 100% ഇല്ല. അപ്പോൾ ഞാൻ നോക്കുന്നത് ഇച്ചിരി ഹൈറ്റുള്ള വേറെ നമ്മുടെ മറ്റേ മുർഷിദ് ബണ്ടിഡോസ് ഉണ്ടല്ലോ, ബണ്ടിഡോസിൻ്റെ. അപ്പോൾ അവരുടെ കയ്യിലെങ്ങനെ ഉണ്ടെങ്കിൽ ഒരെണ്ണം തപ്പാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിന് ഇത് മതി. ലോങ് ടൂറിങ്, ഭയങ്കരമായിട്ട് ലോങ് ടൂറിങ് ഒക്കെ പോകുന്ന സമയങ്ങളിൽ ഒരു ബാക്ക് റെസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നിലിരിക്കുന്ന ആൾക്ക് ഓക്കെ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ സീറ്റ് കുറച്ച് ഹാർഡാണ് കേട്ടോ. നിലവിൽ ഇപ്പോൾ ഉള്ള ഡോമിനാറിനെ കുറച്ച് സോഫ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് കുഴപ്പമില്ല. ഇപ്പോൾ ഒരു 10-250 കിലോമീറ്ററൊക്കെ വൺ സൈഡൊക്കെ ഞാൻ ഓടിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് മറ്റേ വണ്ടി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടി ഷൈനാണ്. അതിൻ്റെ സീറ്റ് നിങ്ങൾക്ക് അറിയാം, സാധാ കമ്പ്യൂട്ടർ ബൈക്കിൻ്റെ സീറ്റല്ലേ, ടൂറിങ് പർപ്പസ് ഒന്നും ഇല്ല. അതിനകത്തിരുന്ന് തഴമ്പിച്ച നിതംബങ്ങളാണ് എൻ്റേത്. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് പക്ക കംഫർട്ടാണ്. പക്ഷേ അവൾക്ക്, എൻ്റെ വൈഫിനെ, പിന്നെ എൻ്റെ ഫ്രണ്ട്സിന്, വൈഫിന് പിന്നെയും കുഴപ്പമില്ല. എൻ്റെ വൈഫ് മറ്റേ വണ്ടിക്കകത്ത് ഒരുപാട് ഇരുന്നിട്ടുണ്ട്, അവൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ഇതിനകത്തൊക്കെ കയറിയപ്പം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അയ്യോ, അവരുടെ നിതംബങ്ങൾ അവിടെ ഉണ്ടോ, മരവിച്ചു പോയി, തൊട്ട് നോക്കണം അവിടെ ഉണ്ടോ എന്നൊക്കെയായിരുന്നു അവർ പറയുന്നത്. കാരണം ആ രീതിയിൽ ഇതായിപ്പോയി. ഞാനിപ്പോൾ വീടെത്താറായി. ഞാനിപ്പം ഇത് ഞാൻ വേറെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം, അതായിരിക്കും നല്ല. ഞാനിത് മറ്റേ ചുറ്റിപ്പാറയിൽ പോയിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ വരുന്ന വഴി തന്നെ ഞാൻ വീഡിയോ എടുത്തതേ ഉള്ളൂ. ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം, അതായിരിക്കും സേഫ്. അല്ലാതെ മറ്റേ കൂടെ ചേർത്തിടുന്ന മോശമായിരിക്കും. അപ്പോൾ വീട്ടിൽ വന്ന് കയറും, ഇവിടെ അടുത്താണ്. അപ്പോൾ ക്യാമറ ഓഫ് ചെയ്യാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ വണ്ടി കൊണ്ട് വെച്ച് ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പോവുകയാണ് ഗൈസ്. ഈ വളവ് കഴിഞ്ഞ് എൻ്റെ വീടാണ്. വേണമെങ്കിൽ വീട്ടിൽ വണ്ടി കൊണ്ട് വെക്കുന്നവരെ വീഡിയോയിൽ കാണിക്കാം. ഓ, റോഡിലെന്തോ മാർച്ചാ. എൻ്റെ ലൈറ്റ് അടിപൊളിയാണ് കേട്ടോ, മാരക ലൈറ്റൊക്കെയാണ്. ഇതാണ് എൻ്റെ വീട്, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന. റോഡിൽ നിന്ന് ഇച്ചിരി പൊക്കം വെച്ച് കൂടിയിരിക്കുന്നതുകൊണ്ടേ ഭയങ്കര വിറക്കേടാ. ഇറങ്ങിപ്പോ, ഗേറ്റ് പറ. വണ്ടിക്കകത്ത് ചവിട്ടാടി.
മമ്മി വെയിറ്റിംഗ് ആണ്, മമ്മി കാത്തിരിക്കുകയാണ്. അപ്പം ശരി, ലക്കി മോൻ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുക, ലക്കി മോൻ. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ് പാറു, ഗുഡ് നൈറ്റ് പറയൂ.